റോഡടച്ച് സമരവും രാഷ്ട്രീയ സമ്മേളനങ്ങളും നടത്തിയ കേസിൽ CPI നേതാക്കൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ എന്നിവരാണ് കോടതിയിലെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇരുവരും നേരിട്ട് ഹാജരായിരിക്കുന്നത്. കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതി നടപടികളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ നേതാക്കളോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരുന്നല്ലോ, അവരും എത്തും എന്ന് കരുതാം അല്ലേ? വിജയകുമാർ, ഒരു സുപ്രധാനമായ നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളെ കോടതി വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യം കൂടിയാണ്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതായിരുന്നു ഈ നടപടി. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനോയ് വിശ്വവും ഈ ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിയോടുകൂടി ഈ കേസ് പരിഗണനയ്ക്കെടുക്കും. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ജോയിന്റ് കൗൺസിലിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് ഫുട്പാത്ത് അടച്ചുകെട്ടി പന്തലിട്ടത് വിവാദമായിരുന്നു. അത് കോടതി കേസായി പരിഗണിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അല്പസമയത്തിനകം കോൺഗ്രസ് നേതാക്കൾ കൂടി എത്തും. അത് ഈ കോർപ്പറേഷന്റെ നേരെ എതിർവശത്ത് പന്തലും കസേരയും ഇട്ട് യോഗം നടത്തിയതിനാണ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറോടും ഹാജരാകാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള വഞ്ചിയൂരിൽ സമാനമായ രീതിയിൽ CPIM റോഡ് അടച്ചു കെട്ടി പന്തലിട്ട് യോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദനോടും ഹാജരാകാൻ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം 12-ാം തീയതി ഹാജരാകാം എന്നറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇളവ് നൽകിയിട്ടുണ്ട്. മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഹാജരാകും. അതിന്മേൽ കോടതി വിശദമായ അവരുടെ വാദം കൂടി നേരിട്ട് കേൾക്കുകയും ചെയ്യും. എന്തായാലും കൗതുകകരമായ രംഗങ്ങൾ ഹൈക്കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നു. 2 മണിക്ക് കേസ് എടുക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.